വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട ഒരു വാചകം. അതെന്നെ വല്ലാതെ ചിന്തിപ്പിക്കുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു വാചകമാണ്. വാചകം ഇതാണ്: രോഗി ദയ അർഹിക്കുന്നില്ല. ഇത് പറഞ്ഞത് ഞാനല്ല. ഇത് ഒറ്റപ്പാലത്തുള്ള ക്യാൻസർ ചികിത്സാ വിദഗ്ധനായൊരു സ്വാമി, ഒരു വൈദ്യര് പറഞ്ഞ ഒരു സെൻറ്റൻസാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതാണ് രോഗി ദയ അർഹിക്കുന്നില്ല. അദ്ദേഹം ഒരുപാട് ക്യാൻസർ രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് അന്ന് എനിക്കത് അരോചകമായിട്ട് തോന്നി. അതെൻ്റെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും. പക്ഷേ നമ്മളതൊന്ന് ചിന്തിക്കേണ്ടതാണ്. രോഗം വരുന്നതിൽ, രോഗം മാറാതെ ഇരിക്കുന്നതിൽ രോഗിക്ക് പങ്കുണ്ടോ? ഒരു കുടുംബത്തിൽ ഒരാൾക്ക് രോഗമുണ്ടെങ്കിൽ അയാൾ മാത്രമല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അയാളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും അത് ബുദ്ധിമുട്ടും മാനസിക പ്രയാസങ്ങളും ഉണ്ടാക്കുന്നുള്ളതാണ് സത്യം. അപ്പം നമുക്ക് പലർക്കും ജീവിതശൈലി രോഗങ്ങളുണ്ട്. നമ്മൾ പറയും പലപ്പോഴും അത് പാരമ്പര്യമാണ്, ജനിതകമാണെന്നൊക്കെ പറയും. 95% രോഗങ്ങളും ജനിതകമല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെയുള്ള 5% അത് ജനിതക രോഗങ്ങളാണ്. പക്ഷേ ആ 5%-ത്തിൽ തന്നെ 4% രോഗങ്ങളും നമുക്ക് നല്ല സാഹചര്യങ്ങളും അതുപോലെ നല്ല ജീവിതശൈലിയും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് അതിനെ അകറ്റി നിർത്താൻ പറ്റും. അപ്പോൾ ബാക്കി വരുന്ന 1% പരിഹരിക്കപ്പെടാൻ കഴിയാത്ത രോഗങ്ങൾ. അപ്പം നമുക്ക് രോഗങ്ങൾ വരുന്നതിൽ തീർച്ചയായിട്ടും നമുക്കും ഒരു പങ്കുണ്ട്. നമ്മൾ ഇന്നത്തെ സിറ്റുവേഷൻ, ഇന്നത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കാം. എല്ലാവരും ധാരാളം ജങ്ക് ഫുഡുകൾ കഴിക്കുന്നുണ്ട്. മൈദയും മസാലയും ഒക്കെ ഉള്ള ധാരാളം ജങ്ക് ഫുഡുകൾ. അത് വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് സ്ഥിരമാക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അതുപോലെ രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ തന്നെ ഉറക്കം കുറയ്ക്കുന്നു. കാരണം മൊബൈലും മറ്റും നോക്കിയിരുന്ന് രാത്രിയിൽ ഉറങ്ങാനെടുക്കുന്ന സമയം വളരെയധികം കുറയ്ക്കുന്നു. ആവശ്യത്തിന് വ്യായാമം ചെയ്യുന്നില്ല. കുറച്ചു നേരം നടക്കാൻ പോലും തയ്യാറാകുന്നില്ല. ശരീരത്തിന് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നില്ല. എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ളതാണ് ശരീരത്തിന് വെള്ളം, ശുദ്ധജലം. അത് ആവശ്യത്തിന് കുടിക്കുന്നില്ല. പിന്നെ ശരീരത്തിനും മനസ്സിനും ഒരു റെസ്റ്റും കൊടുക്കാതെ എപ്പോഴും മൊബൈൽ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. സ്ക്രീൻ ടൈം കൂടുതൽ എടുത്തിട്ട് അങ്ങനെ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അസുഖങ്ങളുണ്ടാകുന്നു. അപ്പം നമുക്ക് നമ്മുടെ പാർട്ടിനെ തള്ളിക്കളയാൻ പറ്റും. അപ്പം നമ്മുടെ ജീവിതശൈലികളും നമ്മുടെ പെരുമാറ്റ രീതികൾ കൊണ്ട് പലപ്പോഴും നമുക്ക് അസുഖങ്ങളുണ്ടാകുന്നു. ഇനി അസുഖങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു വന്നു എന്നിരിക്കട്ടെ, അത് ചികിത്സിക്കാതെ ഇങ്ങനെ കൊണ്ടു നടക്കും. അതേസമയം അത് ഡോക്ടറെ പോയി കണ്ട് അതിന് വേണ്ട ചികിത്സ എടുക്കുക, ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ആ പറയുന്ന സമയം വരെ കഴിക്കുക, ഭക്ഷണം, നമ്മുടെ ആഹാരം നിയന്ത്രിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് ആ രോഗങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടും. അത് ചെയ്യാനും നമ്മൾ മടിക്കുമ്പോൾ നമ്മൾ നമ്മളെയും മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിക്കുകയാണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ രോഗി ദയ അർഹിക്കുന്നില്ല എന്ന് പറയുന്നതിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ഹീലിംഗ് പവറുണ്ട്. പലപ്പോഴും നമ്മുടെ കൈയൊക്കെ എന്ന് പറഞ്ഞാൽ പച്ചക്കറിയൊക്കെ അരിയുമ്പം നമ്മൾ സ്ത്രീകൾക്ക് പലപ്പോഴും അറിയാം, നമ്മുടെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു മരുന്നും പുരട്ടിയില്ല, കൈ കഴുകിക്കളഞ്ഞ് നമ്മളത് പിന്നെ മൈൻഡ് ചെയ്യാതെ നടക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ ആ മുറിവ് കാണാനേ ഇല്ല, മുറിവ് കൂടുന്നതായിട്ട് കാണാം. അപ്പം നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു സ്വയം ഹീൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ നമ്മുടെ എല്ലുകൾ പൊട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാൻഡേജ് ഇട്ടിട്ട് നല്ല റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ പൊട്ടിയ ഭാഗം തമ്മിൽ കൂടിച്ചേരുന്നതായിട്ട് കാണാം. അപ്പം ശരീരത്തിൻ്റെ സ്വയമുള്ള ഹീലിംഗ് പവറാണ്. അതിനോടൊപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം കൂടെ ഉണ്ടെങ്കിൽ ഈ ഹീലിംഗ് എളുപ്പമാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരേ രോഗങ്ങൾ വരുന്ന ആളുകൾ, പക്ഷെ അത് ഹീൽ ചെയ്യുന്നത് പലരിലും പല വ്യത്യസ്തമായിട്ടാണ്. ചിലർ പെട്ടെന്ന് ഹീലാവും, ചിലർ കുറേ സമയം എടുക്കും. അത് അവരുടെ മാനസിക അവസ്ഥയും കൂടെ അതിനകത്ത് പ്രാധാന്യമുണ്ട്. അപ്പം മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സിന് ചില മാറ്റങ്ങൾ വരുത്തണം. എന്തിനാണ് മനസ്സിന് മാറ്റങ്ങൾ വരുത്തുന്നത്? മനസ്സും ശരീരവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. മനസ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ശരീരത്തെ ബാധിക്കും, ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മനസ്സിനെ ബാധിക്കും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുന്നു എന്ന് നമ്മുടെ മനസ്സൊരു മുന്നറിയിപ്പ് തരും, ഇങ്ങനെ വരാൻ പോകുന്നു, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന്. അപ്പോൾ ഇത് രണ്ടും ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാനസികമായിട്ടുള്ള മാറ്റങ്ങളും കൂടെ വരുത്തിയാൽ നമ്മുടെ ഹീലിംഗ് എളുപ്പമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒന്നാമത് നമ്മളോട് തന്നെയുള്ള നെഗറ്റീവ് സംസാരങ്ങൾ. അതാണ് നമ്മുടെ ഹീലിങ്ങിനെ തടയുന്ന ഒരു ഘടകം. നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തകളും നമ്മുടെ സംസാരങ്ങളും നമ്മൾ സ്വയം സംസാരിക്കുന്നതൊക്കെ നമ്മളോടൊരു മതിപ്പില്ലാത്ത രീതിയിൽ ഒക്കെയുള്ള സംസാരങ്ങളാണ്. ആ രീതിയിലുള്ള സംസാരങ്ങളും ചിന്തകളും ഒക്കെ നമ്മൾ ഒഴിവാക്കണം. നമ്മളോട് എപ്പോഴും നല്ല കാര്യങ്ങൾ പറയാനും പോസിറ്റീവായിട്ട് സംസാരിക്കാനും ശ്രമിക്കണം. അത് നമ്മുടെ ക്യൂറിങ്, പ്രത്യേകിച്ചും അസുഖങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇതൊന്നും ശരിയാവില്ല, ഇതൊന്നും ഭേദമാകുന്നില്ല,
ഇത് എന്നെയും കൊണ്ടേ പോകും, അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളുണ്ടല്ലോ. അതിന് പകരം ഇതൊക്കെ ശരിയാവും, ഞാൻ ഇതിൽ നിന്നൊക്കെ കരകയറും, ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും, അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള സംസാരങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്യൂറിങ് എളുപ്പമായിരിക്കും. രണ്ടാമതായിട്ട് എന്ന് പറയുന്നത് മനസ്സിലുള്ള ചില ചിന്തകൾ, പ്രതികാര ചിന്തകളെന്ന് പറയും. മറ്റുള്ളവരോട് സ്വയം ഒക്കെ പകയും ദേഷ്യവും ഒക്കെ കൊണ്ടുനട പ്രതികാര ചിന്തകളും ഒക്കെ കൊണ്ടു നടക്കുന്നവരുണ്ട്. ചിലർ പറയുന്നത് കേൾക്കാറ്, ഞാൻ അന്ന് അങ്ങനെ ചെയ്യാത്തത് കൊണ്ടല്ലേ എൻ്റെ ജീവിതം ഇങ്ങനെയായത്, അപ്പം ഞാനല്ലേ അതിന് ഉത്തരവാദി, ഞാൻ എന്നോട് തന്നെ അങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് സ്വയം പഴിക്കുന്ന ആൾക്കാരുണ്ട്. അത് പാടില്ല. അതുപോലെ തന്നെ ചിലർ പറയും, ഞാനൊരവസരം കാത്തു നിൽക്കുകയാണ് പകരം ചോദിക്കാൻ, മരിച്ചാലും മറക്കില്ല ഞാൻ എന്നൊക്കെ പറയുന്ന കേട്ടില്ല. അപ്പം മറ്റുള്ളവരോടുള്ള ദേഷ്യം, ഇതൊക്കെ നിങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നാൽ നിങ്ങളുടെ സൗഖ്യം, രോഗസൗഖ്യം കുറയുന്നു, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നെ ചിലരുണ്ട് എപ്പോഴും പ്രശ്നങ്ങളിലും രോഗങ്ങളിലും ഒക്കെ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും അവരുടെ അസുഖങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരിക്കലും മോചനം കിട്ടില്ല. എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും. നാട്ടുകാർ പ്രശ്നം, വീട്ടുകാർ പ്രശ്നം, സർക്കാർ പ്രശ്നം, ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രം എപ്പോഴും കാണുന്നവരുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളായിരിക്കും. അത് ഒഴിഞ്ഞിട്ട് ഒരിക്കലും അവർക്കൊരു നേരം ഉണ്ടാവില്ല. അത് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ആ പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ വിട്ടുകളഞ്ഞിട്ട് നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ സൗഖ്യത്തിൽ ഇതായിരിക്കണം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ചിലരിങ്ങനെ പറയുന്ന കേട്ടില്ലേ, പൊടി അടിച്ചാൽ എനിക്ക് അസുഖം വരും, മഴ നനഞ്ഞാൽ എനിക്ക് അസുഖം വരും, അങ്ങനെയൊക്കെ പറയുന്നത്. ശരിക്കും അത് മാനസികമായിട്ടുള്ള ഒരു കളിയാണ്. അപ്പോൾ ശരിക്കും അങ്ങനെയൊന്നും വന്നു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരണമെന്നില്ല. പക്ഷെ നമ്മൾ ഇത് തന്നെ വിശ്വസിക്കുകയും ഈ രോഗങ്ങളെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം എപ്പോഴും പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം, രോഗങ്ങളെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം എപ്പോഴും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ രോഗങ്ങളുള്ളപ്പം രോഗങ്ങളെ പറ്റി തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഈ രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ട് ചെയ്യാൻ പോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. എനിക്ക് അനുഭവമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് ഒരു മാരകമായ അസുഖം വന്നതാണ്. 3 മാസമേ ആയുസുള്ളൂ എന്ന് ഡോക്ടർ വിധിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം, ഒരു മകളേ ഉള്ളൂ, അവൾ പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുകയാണ്. അവൾ പഠിച്ചു തീർന്നിട്ട് അവളുടെ വിവാഹം നടത്തുന്നതിനെ പറ്റിയും ഒക്കെയുള്ള സ്വപ്നങ്ങൾ അയാളുടെ മനസ്സിലേക്ക് വന്നു. ആ രോഗക്കിടക്കയിൽ കിടന്നും അയാൾ അത് തന്നെ ചിന്തിച്ചുകൊണ്ട്, അത് തന്നെ ഓരോ കാര്യങ്ങളും അയാൾ ആരെയൊക്കെ വിളിക്കണം, എന്തൊക്കെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും അയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ ആ അസുഖത്തിൽ നിന്ന് മാറി പുറത്തു വന്നു. അയാളുടെ മകളുടെ വിവാഹം അതിഗംഭീരമായിട്ട് നടത്തി. ഇപ്പം മകൾക്ക് 2 കുട്ടികളുണ്ട്. ആ കുട്ടികളോടും മകളോടും ഒപ്പം അയാൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പം മനസ്സുകൊണ്ടല്ലേ അവിടെ ക്യൂറിങ്, മരുന്നുകൾ കൊണ്ട് മാത്രം ക്യൂറിങ് നടക്കില്ല. അപ്പം നമ്മുടെ മനസ്സും അതിനകത്ത് പ്രധാനമാണ്. പിന്നെ ചിലരുണ്ട് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും കരുതലും ലഭിക്കാനുള്ള ഒരു അവസരമായിട്ട് രോഗങ്ങളെ കരുതും, രോഗങ്ങളെ ആഘോഷമാക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നെറ്റി ചുളിക്കും, ആരെങ്കിലും അങ്ങനെ ചെയ്യും? തീർച്ചയായിട്ടും അങ്ങനെ ആളുകൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം, ചുറ്റിലും നിൽക്കണം, എന്നെ മൈൻഡ് ചെയ്യണം, എന്നെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ രോഗിയായിരിക്കണം. അപ്പോൾ അവർ രോഗങ്ങളെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ചില അമ്മമാർ ചിന്തിക്കുക, എൻ്റെ ബുദ്ധിമുട്ടൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ തിരിച്ചു പോകും, അപ്പം ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട്, അത് അറിയാതെ സംഭവിക്കുന്ന കാര്യമാണ്. മനസ്സുകൊണ്ട് തന്നെ അവർ രോഗികളായി തീരുന്നതാണ്, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പിന്നെ ചിലരുണ്ട് തങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരെങ്കിലും വരും, അതായത് സാഹചര്യങ്ങൾ വരും, നല്ല സമയം വരും എന്നും പറഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട്. ഇപ്പം ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നവരാണ്, മക്കൾ പുറത്താണ് എന്നുണ്ടെങ്കിൽ ചില വീട്ടമ്മമാരുണ്ട്, എന്തെങ്കിലും അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോവില്ല, ഡോക്ടറെ കാണില്ല, അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും, മക്കൾ വരട്ടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് വരട്ടെ എന്ന് കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ രോഗം പിന്നെ ആ രോഗത്തെ പറ്റിയാണ് കൂടുതലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രോഗം ഗുരുതരാവസ്ഥയിലാവും. പിന്നെ ഈ കൂട്ടർക്ക്, മക്കൾക്കും ഭർത്താവിനും എല്ലാം പ്രശ്നങ്ങളാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരെങ്കിലും വരട്ടെ എന്ന് കരുതി ഒരിക്കലും കാത്തിരിക്കരുത്. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിലുള്ള ചികിത്സയും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യണം. പിന്നെ ഹീലിംഗ് നടക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനോഭാവം. ഇരയെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഇരയെന്ന് കേൾക്കുന്നതെന്നും പത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഇര വേട്ടക്കാരൻ എന്നൊക്കെ. അപ്പോൾ എൻ്റെ പ്രശ്നത്തിന് കാരണം മറ്റുള്ളവരാണ്, ഞാനിതെല്ലാം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവളാണ്, എൻ്റെ വിധി ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വയം പഴിച്ച് ഇങ്ങനെ ഒരു മനോഭാവത്തിൽ ജീവിക്കുന്നവർ, ഇവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും 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 പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരറിയാതെ തന്നെ അവർക്കെതിരെ അവർ പ്ലാനുകൾ തയ്യാറാക്കും. ഇപ്പോൾ വഴി കൂടെ അറിയാതെ ഒരു അപരിചിതനായ ഒരാൾ കടന്നു പോയാലും ഇയാൾ എന്നെ ഉപദ്രവിക്കും, ഇയാൾ എന്നെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന ചിന്ത മനസ്സിലുണ്ട്, അത് തന്നെ സംഭവിക്കുകയും ചെയ്യും. അതാണ് അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ
അത് മനസ്സാകർഷിക്കും. അപ്പോൾ ഇര മനോഭാവം നമ്മുടെ മനസ്സിൽ നമ്മൾക്കും സൗഖ്യമായിരിക്കാനും ആരോഗ്യമായിരിക്കാനും ഒക്കെയുള്ള റൈറ്റ് ഉണ്ട്. ആ രീതിയിൽ ചിന്തിച്ച് നമ്മൾ ഒരിക്കലും ഒരു ഇരയല്ല, ഒരു ഇര മനോഭാവത്തിൽ നടക്കരുത്. നമുക്ക് ഇതെല്ലാം മാറി ആരോഗ്യമായിട്ടും സന്തോഷമായിട്ടും നടക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും മാനസികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഹീലിങ്ങിനെ തടയുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിക്കളയുക. ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. മരുന്ന് തരാം, അത് ഡോക്ടർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് എടുത്തു തരാൻ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് സാധിക്കുമെങ്കിലും അത് ക്യൂർ ചെയ്യണോ, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ക്യൂർ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പെടുക്കുക. ഒപ്പം മരുന്നുകളും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൗഖ്യം പെട്ടെന്ന് തന്നെ ഉണ്ടാകും. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.